ഹരേ കൃഷ്ണ. നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത് ഭക്തദാസ് പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭക്തദാസ് എന്നാണ്. ഇദ്ദേഹം പരിചയപ്പെടാൻ നമുക്ക് ഇതിനെ ഹരേകൃഷ്ണ പ്രസ്ഥാനം നമ്മുടെ തൽക്കാല ഇപ്പൊ കണ്ടിന്യൂ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച് മുന്നേ കൊണ്ടുപോയ ആചാര്യപാൽ ഗുരുദേവൻ ജയപതാകസ്വാമി ഗുരുദേവന്റെ ഒരു മുതിർന്ന ശിഷ്യനാണ്. അപ്പോൾ 78-79 കാലഘട്ടങ്ങളിൽ പ്രസ്ഥാനങ്ങളുടെ ഒരു കുറച്ച് വളരെ ഘട്ടം പോലും എടുത്ത് തുടങ്ങിയിട്ടില്ല. ലോഡ്ജിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ 1-2 പേർക്ക് എൻ്റെ ശിക്ഷ ഗുരുവായ ശ്രീ കപിലാസ് പ്രഭു എല്ലാവർക്കും അറിയാൻ പറ്റും. അദ്ദേഹം ആണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പടിഞ്ഞാറക്കോട്ട അരിമ ഹോസ്റ്റലിൻ്റെ അപ്പുറത്തായിട്ട് ആദ്യമായിട്ട് ലോഡ്ജിൽ നിന്ന് മാറിയിട്ടുള്ളൂ. ചെറിയ കെട്ടുന്നടുത്ത് അവിടെ അങ്ങനെ പ്രീച്ചിങ് ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടെ ഷിഫ്റ്റ് 2-3 മാസത്തിനകത്ത് ഷിഫ്റ്റ് ചെയ്ത് കുറവുംകോണം കവിയാറിനപ്പുറം അവിടെ ഒരു വലിയ കെട്ടിടമെടുത്ത് അവിടെയാണ് ആദ്യമായിട്ട് മറ്റേ ജോലി. അപ്പോൾ മുതൽ ഈ അവിടെ പൂജാരി ആൾ സർവീസും ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ആദ്യമായി ശരി അസോസിയേഷൻ തന്നിരുന്ന ഒരു വലിയ വൈഷ്ണവനാണ്. അദ്ദേഹത്തിന്റെ നമുക്ക് അവസരം വലിയ ഭാഗ്യമായി കണക്കെടുക്കുക. അപ്പോൾ ഇതിന് ശേഷം അതൊന്നും ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് 80 കാലഘട്ടങ്ങളിൽ തൽക്കാല ഹോസ്പിറ്റലിനടുക്കെ ഒരു കെട്ടിടം എടുക്കുക. അവിടെ വളരെ നാള് ഇങ്ങോട്ട് വരുന്നത് മുമ്പ് ആയോ. അപ്പോൾ ഞാനും പ്രഭുവൊക്കെ ഏകോദര സഹോദരങ്ങളായി ഒത്ത് ജീവിച്ചിരുന്നു. അപ്പോൾ പ്രഭു പൂജാരി, ഞാൻ കുക്കിങ്, പർച്ചേസിങ്, ക്ലാസ്, അന്ന് ആരുമില്ല. എന്നാണ് ബോഡീസ് ഒന്നും ഇല്ല. ആൾക്കാരെയൊക്കെ പിടിച്ച് കയറ്റിയാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ വയ്യാത്ത അസോസിയേഷൻ ആയിട്ടുള്ള ഒരു പ്രഭുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ വന്ന സാമീപ്യം നമുക്ക് വളരെ സന്തോഷജനകവും നമുക്കൊരു വലിയ ഭാഗ്യമായി കണക്കാക്കുക. അപ്പോൾ ഹരേ കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിന്റെ സേവനാർത്ഥം നമുക്ക് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. जय श्री प्रभुपाद की जय। जय राधा माधव जय कुंज बिहारी, जय
जय विष्णुपाद परमहंस परिवार जय जय चल भक्ति विधान शास्त्र गोपाल की जय जय इस्कन गुरु परंपरा की जय भक्त वृंद की जय गुरु भवन हरि हरि ചൈതന്യ ഭാഗവത്തിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ക്ലാസ് വരുന്നത് ചൈതന്യ ഭാഗവതത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ലീലയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. How many of you know about Chaitanya Mahaprabhu? ഈ സദസ്സിലെ എത്ര പേർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയാം? Raise your hands. Oh, many people know, some people don't know. Okay. So how Chaitanya Mahaprabhu came in this material world? ഈ ഭൗതിക ലോകത്തിലേക്ക് ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണ് വന്നത്? Chaitanya Mahaprabhu came in this material world, appeared as a Mayapur. ശ്രീ ചൈതന്യ മഹാപ്രഭു മായാപൂർ, വെസ്റ്റ് ബംഗാളിലുള്ള മായാപൂരിലാണ് അവതരിച്ചത്. So that time when he appeared, it was a Chandra Grahana. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ച സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചന്ദ്രഗ്രഹണമായിരുന്നു. Chandra Grahana means inauspicious. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യദായകമല്ലാത്ത ഒരു കാര്യമാണ്. So that time people after Granam they will take bath. അപ്പം അതൊരു ദുർഭാഗ്യദിനമായതുകൊണ്ട് ജനങ്ങൾ അവിടെ നദിയിൽ പോയി കുളിക്കുമായിരുന്നു. Even though Grahana time nobody will eat and nobody will sleep. സാധാരണ ഗ്രഹണ സമയങ്ങളിൽ ആരും ഉറങ്ങുകയോ ഭക്ഷിക്കുകയോ ചെയ്യാറില്ല. So that time when Chaitanya appeared, that time of Chandra Grahana was there. അപ്പം ചൈതന്യ മഹാപ്രഭു അവതരിച്ച ദിവസം ചന്ദ്രഗ്രഹണമായിരുന്നു. But there is no rule regulation like this that you have to observe this one because Chaitanya Grahana time. ചൈതന്യ മഹാപ്രഭു വന്നതുകൊണ്ട് ആരും ഒരു നിയമങ്ങളും ഒന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. So that time inauspicious. ആ സമയത്ത് ഒരു ദുർഭാഗ്യ ദിനമായിരുന്നു. Why it is happened like that? How many people know, all of you? എന്തുകൊണ്ടാണ് ആ ഒരു ദിവസം ആ ഒരു ദുർഭാഗ്യ ദിനം ചന്ദ്രഗ്രഹണത്തിൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്? Grahana time became inauspicious, but not happened in Chaitanya time. Why? സാധാരണ ഗ്രഹണ സമയത്ത് എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിഷമവും ദുഃഖവും ഒക്കെ വരാറുണ്ട്. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവതരിച്ച സമയത്ത് അങ്ങനെ ആരുടെ ഹൃദയത്തിലും അങ്ങനെ ഉണ്ടായില്ല. എന്താ കാരണം? Anybody knows? ആർക്കെങ്കിലും അറിയുമോ? Huh? That is okay. This Krishna, but why not happen? കൃഷ്ണനാണ് അവതരിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ആ ഗ്രഹണ സമയത്ത് ഒരു ദുർഭാഗ്യമുണ്ട്? What do you want to say? She said that because Lord Chaitanya appeared to relieve the distress of all people, so there was no inauspicious. It's okay.